ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളെ +1 മാത്തമാറ്റിക്സിലെ വളരെ ഫേവററ്റ് ആയിട്ടുള്ള മൈ മോസ്റ്റ് ഫേവററ്റ് ചാപ്റ്റർ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. എന്താണ് ഞാനിത് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പിന്നെ എന്താണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പിന്നെ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ വരാൻ സാധ്യതയില്ല NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ എന്താണ് ഇതാ പേജ് നമ്പർ 48 എക്സാമ്പിൾ 4ഉം എക്സാമ്പിൾ 5ഉം ചെയ്യുക, എക്സാമിന് വരും. ഇതേപോലെ നിങ്ങൾ നിർബന്ധമായിട്ട് ഗ്രാഫിൻ്റെ ഒരു നേച്ചറെല്ലാം പഠിച്ചേക്കണം, അതെല്ലാം എക്സാമിന് ഹെൽപ്ഫുൾ ആവും അതിൻ്റെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ്റെ സമയത്ത് വരുമ്പോൾ. ഇതെന്താ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ പേജ് നമ്പർ 65 എക്സാമ്പിൾ നമ്പർ 13 ഇതൊരു പ്രൂവ് ദാറ്റാണ്. എക്സാമ്പിൾ നമ്പർ 14ഉം 15 പ്രൂവ് ദാറ്റ് ഇതെല്ലാം ചെയ്ത് എക്സാമിന് വരും. അതേപോലെ 66 എക്സാമ്പിൾ 17 ചെയ്തും എക്സാമിന് വരും. ഇതോടുകൂടി കഴിഞ്ഞാൽ അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ട്രിഗ്നോമെട്രിയിൽ നിന്ന് എക്സാമ്പിൾസ് ആയിട്ട് പഠിച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇതൊന്ന് വരാൻ സാധ്യതയില്ല NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ്, അതായത് ഇതുപോലത്തെ ചില ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാമായിരിക്കും ഞാനിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. ഓക്കെ, ട്രിഗ്നോമെട്രി എവിടെയാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. ഈ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി ഇഫ് ഇൻ 2 സർക്കിൾസ്, 2 സർക്കിൾ ഉണ്ട്, ആർക്സ് ഓഫ് ദ സെയിം ലെങ്ത് സബ്സ്റ്റൻറ്റ് ആംഗിൾസ് ഓഫ് 60 and 75 ഡിഗ്രി. എന്താണ് ഇതിൻ്റെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്, ഇതാണല്ലോ ആർക്ക് ലെങ്ത്, ഇത് സെയിം ആണെന്ന് പറഞ്ഞിട്ട് രണ്ടും L ആണ്, ലെങ്ത് ഓഫ് ആർക്ക് സെയിം. പക്ഷേ അത് സബ്റ്റൻറ്റ് ചെയ്യുന്ന ആംഗിൾ ഇത് 60 ഡിഗ്രിയാണ്, ഇത് 75 ഡിഗ്രി എന്നാൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫൈൻഡ് ദ റേഡിയോ ഓഫ് ദ റേഷ്യോ ഓഫ് ദ റേഡിയായി. അപ്പോൾ എന്താ ഇതിൻ്റെ റേഡിയൻ്റെ റേഷ്യോ കിട്ടണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല θ=L/r. നമുക്ക് ചെയ്ത് നോക്കാം. യൂസിങ് ദ ഫോർമുല θ=L/r. ഫസ്റ്റ് ഡയഗ്രാമിൽ 60 ഡിഗ്രിയിൽ, അപ്പോൾ 60 ഡിഗ്രി നമ്മൾ എന്തിലേക്ക് മാറ്റണം, നമ്മളെ റേഡിയൻ മെഷറിലേക്ക് മാറ്റണം. അപ്പോൾ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ 60ൽ 3 ടൈംസ് 180, അപ്പോൾ എന്താ π/3. അപ്പോൾ ഇത് ഏതിന് ആ പറയുന്ന തീറ്റ അപ്പോൾ ഏതിന് ഈക്വലാണ്, L/r ഈക്വലാണ്. L/r1 എടുക്കാം നമുക്ക്, കാരണം റേഡിയസ് 1 ആണല്ലോ. അപ്പോൾ π/3 L/r. ഫോർ സെക്കൻഡ് ട്രയാങ്കിൾ 75 ഡിഗ്രി ഇൻറ്റു എന്താ π/180. 75ൽ കുറച്ച് ട്രിക്കി വാല്യൂ ആണ്. π/180 എനിക്ക് ഒന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന് 5 വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 15 ആണെന്ന് തോന്നുന്നു വരും അല്ലേ. 15 ഇത് 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ 5നെ കൊണ്ട് 180, 5ൽ 5 ടൈംസ് 15 വരും, പിന്നെ 56 അല്ല സോറി 36 സോറി. അപ്പോൾ എന്താ ഇത് ആക്ച്വലി 15π/36. ഇതിനെ നമുക്ക് ഇനി ചെറുതാക്കാൻ പറ്റും തോന്നുന്നില്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ 15π/36 L/r2. ഇനി എന്ത് ചെയ്യുക, ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 1. ഒരു കാര്യം ചെയ്യുക, ഇക്വേഷൻ 1/2 ചെയ്യുക. അപ്പോൾ 60 × π/180 / 75 × π/180. ഓടാ, ഇത് ആക്ച്വലി നമ്മൾ ഇതിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഈ π/180 ക്യാൻസൽ, π/180 ക്യാൻസൽ. ഇത് ഇവിടെ തന്നെ ഈ π/180 ഇത് നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു ആക്ച്വലി. കാരണം എന്താ, ഡിവിഷൻ എടുക്കുന്ന സമയത്ത് രണ്ടും ക്യാൻസലായി പോകും. അതേപോലെ ഈ എല്ലും ക്യാൻസലായി. അപ്പോൾ ഇത് എന്തായി, ഇതിപ്പോൾ a/b / c/d ആകുമ്പോൾ ഇത് നേരെ തിരിച്ചിട്ട് a/b × d/c. അപ്പോൾ ഈ R2 മുകളിലേക്ക് വരും. അപ്പോൾ R2/R1 = ഇനി എന്തിൻ്റെ റേഷ്യോ എടുത്താൽ മതി, 60/75 റേഷ്യോ എടുത്താൽ മതി. 60/75 സിമ്പിളായിട്ട് റേഷ്യോ എടുക്കുമ്പോൾ 5 ടൈംസ് ഇത് 12 / 15. ഒന്നും കൂടി ചെറുതാക്കാൻ പറ്റുന്നതല്ലോ, 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ 4 / 5. അപ്പോൾ R2/R1 = 4/5. അല്ലെങ്കിൽ എന്താ R1 അല്ലെങ്കിൽ തിരിച്ചിടുക, R1/R2 എന്താണ് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക 5/4. അപ്പോൾ R1 R2 = 5:4. അല്ലെങ്കിൽ നിങ്ങൾക്ക് 4:5 എടുത്താലും മതി, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ആണ് 5:4 ഞാൻ എൻ്റെ സൗകര്യത്തിന് വേണ്ടി എടുത്ത് 5:4 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക, ഇതുപോലത്തെ കോഴ്സസ് ഇതൊക്കെ LKG ലെവലാണ്. കാരണം എന്താ sin x = 3/5, x lies in second quadrant, find the all other trigonometric. ഇതല്ലോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ട്രയാങ്കിൾ മെത്തേഡ് വെച്ചിട്ട് ഇതിപ്പോൾ sin x എത്രയാണ്, എക്സ് അപ്പോൾ 3/5 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ ഇത് പൈതഗോറൻ ട്രിപ്ലറ്റ് പ്രകാരോ ഇതെന്തെങ്കിലും 4 ആയിരിക്കും ഈ സൈഡ്. cos x = π, അതായത് 4/5 അഡ്ജസ്റ്റൻറ്റ് ബൈ ഓപ്പോസിറ്റ്. അപ്പോൾ tan x എന്തായിരിക്കും, ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് 3/4. ഇതൊന്നും ഇങ്ങനത്തെ കാര്യമൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ sin x എന്തായാലും കിട്ടിയാണ്. cosec x ഇത് തന്നെ നേരെ തിരിച്ചിട്ട് cosec x = 5/3. കാരണം cosec x ഇത് ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് sin x. ഇതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ cosec x കിട്ടി. അപ്പോൾ cos x നമ്മൾ 4/5 എന്നിട്ട് അതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ sec x കിട്ടും. എത്ര, 5/4. എല്ലാ വാല്യൂസും കിട്ടി. ഇതാ 4/5, പിന്നെ ഈ പറഞ്ഞ 3/4, പിന്നെ cot x എന്ന് പറയുന്നത് tan x കിട്ടിയില്ല 3/4, അതിന് തിരിച്ചിടുക 4/3. sec x -5/4, ഇത് cosec x 5/3. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ആകെ ഒരു കുഴപ്പം വരും, ഇതിൽ മൈനസ് ആണോ പ്ലസ് ആണോ ഇടുന്നുണ്ട്. അതായത്
നിങ്ങൾ അപ്പോൾ ആലോചിക്കുന്ന കാര്യം എന്താ, മറ്റേ ഓൾ സിൽവർ ടീ കപ്സ് നിങ്ങൾ ആകെ ഒരു കാര്യം നോക്കിയാൽ മതി. ഇതിപ്പോൾ എന്താ ഏത് ക്വാർട്ടറിൻ്റെ പറയുന്നത്, സെക്കൻഡ് ക്വാർട്ടറിൽ എന്നാൽ സൈനിൻ്റെ കുടുംബക്കാർ മാത്രം പോസിറ്റീവ്. അപ്പോൾ സൈനും കോസീക്ക് ഒഴിച്ചിട്ടുള്ള ഈ രണ്ടാൾക്കാരും അവർക്ക് കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് 3/5ഉം 5/3ഉം സമ്മേച്ച്. അപ്പോൾ എന്താ, അപ്പോൾ വലിയ ബാക്കി വരുന്ന ടാൻ എക്സ്, കോട്ട് എക്സ്, കോസ് എക്സ്, സീക്ക് എക്സ്, അപ്പോൾ ഈ ബാക്കി 4 റേഷ്യോ എന്തായിരിക്കും, നെഗറ്റീവായി പോകും. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന -4/5, അതേപോലെ ടാൻ എക്സ് -3/4, കോട്ട് എക്സ് -4/3, സീക്ക് എക്സ് -5/4. അത് നിങ്ങൾക്ക് ഈ ഒരു എന്താണ് ഓൾ സിൽവർ ടീ കപ്സ് ഞാൻ ഇങ്ങനെ പഠിച്ചത്, ഓൾ സിൽവർ ടീ കപ്സ്. ഈ സാധനം അറിയെങ്കിൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വാർട്ടർ ആണെങ്കിൽ ഇതിൽ നിങ്ങൾ ഏത് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവാണ്, കോട്ടും സീക്കും എല്ലാം പോസിറ്റീവാണ്. ഇവിടെ തേർഡിലേക്ക് വരുമ്പോൾ ടാനും അതിൻ്റെ കുടുംബക്കാരാണ് പോസിറ്റീവ്, ടാനും കോട്ടും പോസിറ്റീവ്. ലാസ്റ്റ് ക്വാർട്ടറിലേക്ക് ഫോർത്ത് ക്വാർട്ടറിലേക്ക് വരുമ്പോൾ കോസിൻ്റെ കുടുംബക്കാർ പോസിറ്റീവ്. അപ്പോൾ കോസും സീക്കും പോസിറ്റീവ്, ബാക്കി എല്ലാവരും നെഗറ്റീവ്. അതുമാത്രം ആലോചിച്ചാൽ മതി എളുപ്പത്തിൽ. അതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റൻസ് ഞാൻ ഡിസ്കസ് അധികം സ്ട്രെസ് ചെയ്യാൻ നിൽക്കാത്തത്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് പ്രൂവ് ദാറ്റ് ഇനി കുറേ ക്വസ്റ്റൻസ് ഉണ്ട്. 1, 2, 3 ഞാൻ കാണിച്ചു തരാം. 4, 5, 6 ഇതൊക്കെ LKG ആണ്, അതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇത് എളുപ്പത്തിൽ cos x - cos y -2 sin c + d/2 sin c - d/2. അതേപോലെ sin x - sin y, അതായത് 2 cos sin x + y / 2 sin x - y / അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ എന്തായാലും ഇതിൽ ചില ടേംസ് എല്ലാം കട്ടായി പോയതാ. -7x sin 2x, അപ്പോൾ ഈ sin 7x sin 7x ക്യാൻസലായി. പിന്നെന്താ -sin 2x / cos 10x. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിട്ട് അത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ എത്രയുന്ന ക്വസ്റ്റ്യൻസ് കണക്ക് മാറിപ്പോയി. പോയി നമ്മളെ 1 ഞാൻ കാണിച്ചു തരാം, 2, 3, 4 ഇതെല്ലാം പ്രൂവ് ദാറ്റാണ്. 5, 6, 7, 8 ഇത് രണ്ടും LKG ആണ്. ഇത് എത്ര LKG അല്ല, 8 ഇതും LKG ആണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 9, 10, 11. ഓക്കെ, അപ്പോൾ അതാണ് സ്ഥിതി. 11 ക്വസ്റ്റ്യൻസ്. പിന്നെ NCERT എക്സാംപ്ലർ 1 ക്വസ്റ്റ്യൻ ഉണ്ട്, 12 ക്വസ്റ്റ്യൻസ് ഉണ്ട് ടോട്ടൽ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ഒരു 8ാമത്തെ ക്വസ്റ്റ്യൻ ഇത് കുറച്ച് എളുപ്പത്തിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനായി തോന്നുന്നുണ്ട്. പ്രൂവ് ദാറ്റ് cos π + x × cos - x. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, π + θ - θ, sin π - θ, cos π/2 + θ. അപ്പോൾ ഈ പറയുന്ന 4 ഫോർമുല, അതായത് cos π + θ, cos - θ, sin π - θ, sin -θ, ഈ 4ൻ്റെ വാല്യൂസ് നിങ്ങൾക്ക് അറിയെങ്കിൽ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. = cot² x എന്ന് തെളിയിക്കണം. നമുക്ക് ചെയ്ത് നോക്കാം. cot π + θ, cot π + x എത്രയാണ്, -cos x. അപ്പോൾ എന്താ -cos θ. അപ്പോൾ അതിന് പകരം എന്ത് എഴുതി കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, LHS cos π + x. അപ്പോൾ അതിന് എന്ത് ചെയ്യുക, -cos x. കാരണം എന്താ, -cos θ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ cos - θ എന്നുള്ളത് cos θ ആണ്, പോസിറ്റീവാണ്. അപ്പോൾ അത് cos x / sin π - x. sin π - θ എന്നുള്ളത് sin θ ആണ്. അതെന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ π ആണ്, ഇത് π/2, ഇത് 0. നിങ്ങൾ ആലോചിച്ചോ, π - θ എന്ന് പറയുമ്പോൾ ഈ സെക്കൻഡ് ക്വാർട്ടറിൽ നിങ്ങൾ പഠിച്ചതിൻ്റെ സെക്കൻഡ് ക്വാർട്ടറിൽ സൈനിൻ്റെ കുടുംബക്കാർ, അതുകൊണ്ടാണ് സൈനയുടെ പോസിറ്റീവ് ആയത്. അതേപോലെ അപ്പോൾ അതേ ലോജിക്കലി cos π + θ എന്നുകൊണ്ട് -cos θ ആയത്. അതായത് π + θ എന്ന് പറയുമ്പോൾ ഈ തേർഡിൽ നമ്മൾ ആരെല്ല പോസിറ്റീവ് എന്ന് അടിച്ചത്, ടാനിൻ്റെ കുടുംബക്കാർ. അതുകൊണ്ടാണ് അവിടെ കോസ് എന്തായിപ്പോയത്, നെഗറ്റീവായിപ്പോയത്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ലോജിക്ക് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. ഇതുകൊണ്ടാണ് എനിക്ക് ഈ ചാപ്റ്റർ അത്രയും ഫേവറേറ്റായി മാറിയത്. സംഭവം നമ്മൾ ലോജിക്ക് മനസ്സിലാക്കി ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് വെറുതെ ഈ ഇക്വേഷൻ ഞാൻ ബൈഹാർട്ടാക്കുന്നില്ല. ഈ സാധനം ഞാൻ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ക്വാഡ്രൻറ്റ് സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നത്, π - θ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. അപ്പോൾ അവിടെ സൈനെല്ലാം പോസിറ്റീവാണ്, സൈനും കൊസീക്ക് പോസിറ്റീവാണ്. π + θ, അപ്പോൾ അവിടെ ടാനും കോട്ട പോസിറ്റീവ്, അവിടെ കൊസീക്കെല്ലാം നെഗറ്റീവാണ്. അതുകൊണ്ട് sin π - θ സെക്കൻഡ് ക്വാഡ്രൻറ്റ് ആയതുകൊണ്ട് സൈന് പോസിറ്റീവ്, സൈനിൻ്റെ ഏരിയ, സൈനിൻ്റെ ഒരു രാജ്യമാണത്. sin - θ എന്ന് പറയുന്നത് -sin θ ആണ്. അപ്പോൾ ഈ പറഞ്ഞ അതായത് ഓക്കെ അത് cos π/2 + x, അതായത് cos π/2 + x. ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് കോംപ്ലിമെൻ്റ് റേറ്റ് എന്ത് സംഭവിക്കും, സൈന് എക്സ് വരും. പക്ഷേ എന്തുണ്ടാവും, നെഗറ്റീവ് ഉണ്ടാകും. കാരണം എന്താ, കോസ് ഏതിലേക്കാണ് പോകുന്നത്, ഇതിലേക്കാണ് പോകുന്നത്. കോസ് അപ്പോൾ ഇതിലേക്ക് പോകുന്നുണ്ട്, എന്തുണ്ടാവും, π/2. അതായത് 90 ഡിഗ്രിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റ് ആരെ ഏരിയ, സൈനിൻ്റെ ഏരിയ. അപ്പോൾ കോസ് അവിടെ നെഗറ്റീവ്, അപ്പോൾ നെഗറ്റീവ് സൈൻ ഉണ്ടാവും. പക്ഷേ π/2 + x ആയതുകൊണ്ട് ആ കോംപ്ലിമെൻ്ററി ആംഗിൾ ആയതുകൊണ്ട് ഈ -sin x. അങ്ങനെയാണ് ആക്ച്വലി ഇവിടെ -sin x എന്നത്. ഇനി എന്താ, ഈ മൈനസും ക്യാൻസൽ, ഇനി എന്താ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ, ഇനിയൊന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. cos x × cos x cos² x, sin x × sin x sin² x. അപ്പോൾ എന്താ, അതായത് cos x / sin x എന്ത് ചെയ്യുക, ദ ഹോൾ സ്ക്വയർ. ഇത് ചെയ്യുന്നതിൻ്റെ പകരം ഇങ്ങനെ ചെയ്താലും പോരെ. അപ്പോൾ ഇത് രണ്ടിലേക്കും
അപ്പോൾ എന്താ ഈ കോസ് എക്സ് ബൈ സൈൻ എക്സ് എത്ര കോട്ടെക്സിന് എന്തുണ്ട് പുറത്തൊരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇത് ഹെൻസ് ദി പ്രൂഫ് ഇത് കോട്ട് സ്ക്വയർ എക്സ് കിട്ടിയില്ല. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ ഇത് എന്താ കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു RHS. അപ്പോൾ എന്താ നമ്മളെപ്പോഴും സ്ഥിരം ഇതിൽ എഴുതുന്ന പോലെ ഇവിടെ എഴുതാം. എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രൂഫ് കൂടിയത്, ഐ മീൻ പ്രൂഫിൻ്റെ ഒരു ബ്യൂട്ടി അത് LHS ഈക്വൽ RHS എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു തന്നെ ഒരു ഫീലിംഗ് ഉണ്ട്. അത് നമ്മൾ സ്വന്തമായിട്ട് ക്വസ്റ്റൻ ചെയ്തിട്ട് നിങ്ങൾ പരമാവധി മാത്സിലെ ക്വസ്റ്റൻസിൽ നിങ്ങൾ പരമാവധി ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, അത് പരമാവധി നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ആൻസർ കിട്ടുമ്പോഴല്ലോ വേറെ ആരെ ഹെൽപ്പ് തേടാണ്, അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ വേറെ തന്നെ. അത് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും ഒരു ക്വസ്റ്റിനെ ഞാൻ ചെയ്തിട്ടൊന്നും എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, പക്ഷേ ഞാൻ കുറേ ശ്രമിച്ചിട്ട് ലാസ്റ്റ് എനിക്ക് ഈ ആൻസർ കിട്ടുമ്പോണ്ടല്ലോ. ഞാൻ ട്രിഗ്നോമെട്രി തന്നെ പല ക്വസ്റ്റൻസിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ഞാൻ പല ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസും ഇക്വേഷൻസും റേഷ്യോസിലും മാറി മാറി തിരിച്ചും മറിച്ചും എല്ലാം അറഞ്ചോ പുറഞ്ചോ ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് ഒരു ആൻസർ കിട്ടുമ്പോണ്ടല്ലോ ആ ഹൃദയത്തിൻ്റെ ഉള്ളിനുള്ളിൽ ഒരു ഇതുണ്ട്, ഒരു മനസ്സമാധാനമുണ്ട്, ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ഒരു ഹാപ്പിനെസ് ഉണ്ട്. അത് നിങ്ങൾക്കൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധനം. അതുകൊണ്ട് എന്ത് ചെയ്യാം, പരമാവധി നിങ്ങളും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റൻസ് എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അന്നേരം നിങ്ങളൊരു അറിവ് കൂടുതലായിട്ട് ഡെവലപ്പ് ആവുക. അപ്പോൾ നമുക്കെല്ലാം കോഡ് സ്ക്വയർ എക്സ് ഈക്വൽ ടു RHS കിട്ടി. അപ്പോൾ LHS ഈക്വൽ RHS ഹെൻസ് ദി പ്രൂഫ് എന്ന് എഴുതി കൊടുത്തിട്ട് ഹെൻസ് പ്രൂവ്ഡ് എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ അങ്ങ് തകർത്ത് കളയുക. അത്രയല്ലോ, ഒന്നും നോക്കണ്ട. പ്രൂഫ് ക്വസ്റ്റ്യൻ ഹൗ വി ഡു ഇൻ ദിസ് മെത്തേഡ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതാണ് കീ നോളജ്. ഈ കീ പോയിൻറ്റ്സ് അറിയെങ്കിൽ, ഈ കീ ഇക്വേഷൻസ് അറിയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെയാണ് ഇത് വന്നതെന്നില്ല ഞാൻ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ട് കാണിച്ചു തരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് പഠിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കിനി അടുത്തൊരു പാർട്ടിൽ ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനി കാണാം. അപ്പോൾ സല്യൂട്ട്.